എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിവിധങ്ങളായ പെൻഷനുകൾ വാങ്ങുന്നവർ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളാണ്. ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1600 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രവാസി പെൻഷനിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ നിർബന്ധമായിട്ടും ഈ മാസം മസ്റ്ററിങ് ചെയ്യുന്നതിന് പകരമായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്ന് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു PDF ഫയലും നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ കറക്റ്റായി കാര്യങ്ങൾ പൂരിപ്പിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം നേരിട്ടോ തപാൽ മുഖേനയോ നിങ്ങൾക്ക് ക്ഷേമനിധി ഓഫീസിൽ എത്തിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെൻഷൻ ID കാർഡോ പെൻഷൻ നമ്പറോ എല്ലാം നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ആധാർ കോഡ് അതിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന 1600 രൂപ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ നിങ്ങളുമായി സംശയം ചോദിച്ചവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. മസ്റ്റർ തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആധാർ കാർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആധാർ കാർഡിലെ ഫോട്ടോ എങ്ങനെയാണ് മാറ്റുക എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ അവർ സഹായിക്കുന്നതാണ്. 100 മുതൽ 50 രൂപ വരെ ആയിരിക്കും അതിൻ്റെ ഫീസ് വരിക. അതിനുശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഫോട്ടോ ചേഞ്ച് ആക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സർക്കാരിൽ നിന്നുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം നമുക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് പുനഃസ്ഥാപിക്കാൻ ഒരുപാട് തവണ നമ്മൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതായിട്ട് വരുന്നതാണ്. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസ്ഥിതി ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.